ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് ധർമ്മന് വേണ്ടിയിട്ട് ഒരു കട തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണല്ലോ നമ്മുടെ രാജശ്രീയും നന്ദിതയും കൂടെ കയറി വരുന്നത്. വരുമ്പോൾ തന്നെ അവർ വഴിയിൽ വെച്ച് മിത്രയെ വഴക്ക് പറഞ്ഞ കാര്യമൊക്കെ പറയാം കേട്ടോ. പക്ഷേ നന്ദിതയ്ക്ക് നല്ല വിഷമമുണ്ട്, മിണ്ടാതെ നിൽക്കുകയാണ് നന്ദിത. അപ്പോൾ രാജശ്രീ പറയണം, എത്രയും വേഗം നമുക്ക് മിത്രയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അവളോട് എനിക്കിപ്പോൾ ഒരു മമതയും ഇല്ല. എന്താ രാജശ്രീ നീ ഇങ്ങനെ പറയുന്നത്? എത്രയൊക്കെ ആയാലും അവൾക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? കേസ് കൊടുത്ത സമയത്ത് എൻ്റെ സഹോദരനല്ലേ, ഒരു തവണ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ എന്നും പറഞ്ഞ് അവൾ പറഞ്ഞെങ്കിൽ അവർ കേൾക്കാതിരിക്കുമോ? അവളും കൂടെ ചേർന്നിട്ടാണല്ലോ അലോകിനെതിരെ കേസ് കൊടുത്തത്. അതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ഞാൻ നല്ല വൃത്തി എന്തൊക്കെയോ വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. മീനാക്ഷി ആൾ മോശമൊന്നുമല്ല, തിരിച്ച് എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ശരി, അപ്പം നിന്നോട് അവൾ ചാടിക്കയറിയോ എന്ന് അച്യുതൻ ചോദിക്കുക. ഒരൊറ്റ അടി അവൾക്ക് വെച്ച് കൊടുത്തൂടായിരുന്നു ആ മീനാക്ഷിക്ക്? അവളുടെ അഹങ്കാരം തീർത്തൂടായിരുന്നു രാജശ്രീ? അപ്പോൾ രാജശ്രീ പറയണം, അടി കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. എൻ്റെ അലോകിൻ്റെ കേസും കാര്യങ്ങളൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടങ്ങിയത്. ഇതൊക്കെ കേട്ടും കണ്ടും കൊണ്ട് നമ്മുടെ ധർമ്മം പറയാണ്, എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? മിത്ര ഒരു പാവം കൊച്ചാ, അതിൻ്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നീ മിത്രയോട് വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. അപ്പോൾ അമ്മയും പറയാട്ടോ, ദേ രാജശ്രീ, ഞാൻ നിങ്ങളോട് എല്ലായിടത്തും ഒരു കാര്യം പറയാം. ദേവമംഗലത്തുകാരത്ത് നമുക്ക് ബാലനോടായിരിക്കണം നിങ്ങളെ വഴക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാതെ അവിടെയുള്ള പിള്ളേരോടല്ല. മീനാക്ഷിയോടും മിത്രയോടൊക്കെ ആവശ്യമില്ലാതെ കൊച്ചു പിള്ളേരല്ലേ, അവരോടൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ വഴക്കൂടാൻ പോകുന്ന രാജശ്രീ എന്ന് ചോദിക്കാട്ടോ. അപ്പം നന്ദിത പറയണ്ട്, ഞാനും പറഞ്ഞതാ അമ്മേ, എന്നിട്ടും രാജശ്രീ കേട്ടില്ല. അപ്പോൾ നമ്മുടെ അനന്തനും ദേഷ്യം വരിക. അപ്പോൾ അനന്തനും അമ്മയോട് പറയണത്, ഞാൻ പലതവണ അച്യുതനോടും പറഞ്ഞിട്ടുണ്ട്, ദേഷ്യവും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇത് ബാലനോട് തീർത്തോളണം, അല്ലാതെ അവിടെ പിള്ളേരോടും മരുമക്കളോടും ഒന്നുമല്ല തീർക്കേണ്ടതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അല്ലെങ്കിൽ തന്നെ മിത്ര എന്ത് തെറ്റ് ചെയ്തു? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എത്രയേക്കാൾ അവൾ എൻ്റെ മോളല്ലേ എന്നിങ്ങനെ പറയാണ് അനന്തൻ. അച്യുതൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരിക കേട്ടോ. അച്യുതൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉടനെ പറഞ്ഞു കൊടുക്കുകയാണ്, കണ്ടോ സ്വന്തം മോളെ കാര്യം വന്നപ്പോൾ അനന്തേട്ടന് സ്നേഹം കൂടിയില്ലേ? ഇതുപോലെ തന്നെയാണ് എനിക്ക് അലോകിൻ്റെ കാര്യം, അവനും എൻ്റെ മോൻ തന്നെയാണ്. അപ്പോൾ അവനെതിരായിട്ട് നിൽക്കുന്നവരെ എനിക്കും ഇഷ്ടമുണ്ടാവില്ല എന്നും പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ട് തുടങ്ങി. ഇതിനിടയ്ക്ക് ധർമ്മം കയറി ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. ദേവി ഇത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, എങ്ങനെയെങ്കിലും നമുക്ക് അലോകിനെ പുറത്തിറക്കാൻ നോക്കാം, അതിൻ്റെ വഴി നോക്ക് എന്ന് ധർമ്മം പറയാട്ടോ. അപ്പോൾ അനന്തം അച്ഛനോട് പറയണം, അത് ശരിയാ, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവരും പിരിയാട്ടോ. തൊട്ടപ്പുറത്ത് ദേവമംഗലത്താണെങ്കിലോ മീനാക്ഷിയും മിത്രയും കൂടെ വന്ന് കയറി മുഖമൊക്കെ ഇരിക്കുന്ന കാരണം തന്നെ ഗോമതി ചോദിക്കുകയാണ്, എന്താണ് കാര്യം, നീ വിഷമിച്ചിരിക്കണേന്ന്. അമ്മയോട് സാധാരണ പറയും പോലെ മീനാക്ഷി അങ്ങ് പറഞ്ഞു പോയി, റോഡിൽ വെച്ച് നടന്ന സംഭവവും രാജശ്രീ പറഞ്ഞ കാര്യങ്ങളും. പിന്നെ ഗോമതി വിടോ, ഗോമതിക്ക് അപ്പുറത്ത് പോയി ചോദിച്ചേ പറ്റുള്ളൂ. ഉടനെ അവിടുന്ന് ചാടി പിടിച്ച് അപ്പുറത്തിൽ പോവാം. അപ്പോൾ തന്നെ മീനാക്ഷി മിത്രയും കൂടെ പറയുന്നുണ്ട്, ദേവി ഇതമ്മേ, ഇനി വീണ്ടും ഒരു വഴക്കിന് വേണ്ടി പോവല്ലേ, ഇനി ഒന്ന് നിർത്ത്. അപ്പോൾ ഇതും കണ്ടും കൊണ്ട് നമ്മുടെ അനുമോൾ വന്നിട്ട് പറയണം, എന്തിനാണ് മീനാക്ഷി ചേച്ചി അതൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ പ്രശ്നങ്ങളാവുന്നത്? മോളെ ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞല്ല, എൻ്റെ മുഖം വാടിയിരുന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്താന്ന് അറിയാണ്ടൊന്ന് പറഞ്ഞു പോയതാ, അതിനാണ് ഇങ്ങനെ. എനിക്ക് ചോദിച്ചേ പറ്റൂ. മീനാക്ഷിയും മിത്രയൊക്കെ പറയാൻ അവൾ ആരാ? അമ്മേ രാജശ്രീ, അവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. എടി, ആ രാജശ്രീയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഈ ഗോമതിയാണ് അവൾക്ക് ആരാന്ന് അറിഞ്ഞൂടാത്തത്, അത് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് ഇപ്പം തന്നെ പോയി ചോദിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങാട്ടോ. അപ്പോഴാണ് ആര്യൻ കയറി വരുന്നത്. ആര്യൻ പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർ പെട്ടെന്ന് ഒന്നുമില്ല എന്നൊക്കെ പറയണമെങ്കിലും ആര്യൻ പറയാണ്, ഞാൻ കേട്ടല്ലോ ഒരു വഴക്കിൻ്റെ സംസാരം, എന്തായിരുന്നു കാര്യം? അവസാനം മീനാക്ഷിയും മിത്രയൊക്കെ അങ്ങ് മിണ്ടാതെ നിൽക്കാൻ കേട്ടോ, ഒന്നും പറയണ്ട, ഇനി ആര്യം പോയി പ്രശ്നം ഉണ്ടാക്കുമല്ലോ. പക്ഷേ ഗോമതി പറയാം, മോനെ ഇവർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ രാജശ്രീ അനാവശ്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു എന്നും വഴക്കായിന്നും അത് ചോദിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഇവരതിനെ വിടുന്നില്ല. അത്രയേ ഉള്ളൂ അമ്മ പോയി ചോദിക്കണ്ട, ആ കാര്യം എനിക്ക് വിട്ടേരെ, ഞാൻ പോയി ചോദിച്ചോളാന്ന് പറഞ്ഞാൽ ആര്യൻ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഇതിന് അതിലും വലിയ പ്രശ്നമാവുമെന്നറിയാം. അനുമോൾ ഓടിപ്പോയി ആര്യൻ്റെ കാല് പിടിക്കുമ്പോൾ പറയാം, ആര്യൻ ചേട്ടാ ദേവി ഇത് പ്രശ്നത്തിന് പോകരുത്, ഇതിങ്ങനെ അങ്ങ് വിട്ടുകളാ. മോളെ മിത്രയെ പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുന്നതാണോ? മീനാക്ഷി ചേച്ചി ആയാലും ആരായാലും ഈ വീട്ടിൽ ആരെ പറഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കില്ല, ഞാൻ ചോദിക്കും. ഞാനൊരു കാര്യം പറയാം ആര്യൻ ചേട്ടാ, അലോകിൻ്റെ കേസും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്, ഇനിയിപ്പോൾ വിചാരണയൊക്കെ തുടങ്ങും. എന്നെ ഒരു പക്ഷേ അങ്ങോട്ട് അതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടാവാം, ഞാൻ പോകേണ്ടി വരും. അവിടെ ചെന്നാൽ കാര്യങ്ങളെല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വരും. ആ സമയത്ത് ഇതൊരു തുറുപ്പ് ചീട്ടാണ്. ഇപ്പോൾ റോഡിൽ വെച്ച് ഈ അപ്പുറത്തെ രാജശ്രീ ആൻറ്റി ചെയ്ത കാര്യം ഇതെനിക്ക് അവിടെ തുറന്നു പറയാം. കോടതിയിലാണ് നമ്മൾ പറയേണ്ടത്, അവരോട് പോയി വഴക്കുണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും മീനാക്ഷി ഓടി വന്ന് നമ്മുടെ അനുമോൾക്കൊരു ഷേക്കാൻ്റെ എടുക്കുകയാണ് കേട്ടോ. മിടുക്കി, ഇങ്ങനെ തന്നെ വേണം, ഇതാണ് ഒരു പക്വതയായിട്ടുള്ളൊരു തീരുമാനം, അല്ലാതെ ഒന്നും രണ്ടും കേട്ട് ഓടിപ്പോയി ചാടി വഴക്കുണ്ടാക്കുക അല്ല എന്ന് പറഞ്ഞ് അതങ്ങനെ പിരിഞ്ഞു പോവാട്ടോ. ഗോമതി സ്റ്റോറിലാണെങ്കിൽ
പതിവ് പോലെ പൈസ മോഷ്ടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു ചെല്ലുമ്പോൾ അവിടെ ദേവിയുണ്ട്, ആകാശമുണ്ട് കേട്ടോ. അപ്പോൾ ആകാശ് അങ്കിളെ സുഖമാണെന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇടയ്ക്കൊരു ദിവസം വന്നപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ ഈ അടുത്തൊരു വസ്തു നോക്കാൻ വന്നതാ, അങ്ങനെയാണ് ഇങ്ങോട്ട് കയറിയെന്ന്. ആ ഓർമ്മ വെച്ച് ആകാശ് ചോദിച്ചു, അങ്കിളെ വസ്തു വാങ്ങണ കാര്യം പറഞ്ഞില്ലേ, അതെന്തായിന്ന്? ആദ്യം ഒന്ന് മറന്നുപോയി കേട്ടോ ഉദയഭാനു. പിന്നെ പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് വസ്തു അല്ലേ, അത് മോനെ അതൊക്കെ പെട്ടെന്ന് ശരിയാക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ മനസ്സിനാണെങ്കിൽ ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറയാം. അപ്പോഴാണ് നമ്മുടെ ആകാശ് പറയാം, അങ്കിളെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എന്താ മോനെ വേണ്ടത്? അല്ല, എൻ്റെ പരിചയത്തിൽ കുറച്ച് വസ്തു കിടപ്പുണ്ട്, അതൊന്ന് അങ്കിളിന് വാങ്ങാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കട ഉണ്ടേ, ഞാൻ മീനാക്ഷി സ്റ്റോർ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങാനും പറ്റിയില്ല, അപ്പോൾ ആ പൈസ എനിക്ക് തിരിച്ച് കൊടുക്കാനും പറ്റിയതിൽ എന്തെങ്കിലും കമ്മീഷനോ കാര്യങ്ങളോ കിട്ടിയാലേ. അങ്ങനെയാണോ? അത് മോനെ എന്നാൽ ഒരു കാര്യം ചെയ്യ്, നമുക്ക് പോയി നോക്കാം, നോക്കിയിട്ടേ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഇടപാടങ്ങ് നടത്താമെന്ന് പറയാം കേട്ടോ ഉദയഭാനു. ഇതും കേട്ടിരിക്കുന്ന ദേവിക്ക് തല കറങ്ങിപ്പോയി. ദേവി അവസാനം കണ്ണു കാണിക്കണം മിണ്ടാതിരിക്കാൻ. പെട്ടെന്ന് ആകാശ് പറയില്ലേ, വാങ്ങളെ എന്നാൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് വരാം. മോനെ ഇപ്പം എനിക്ക് സമയമില്ല, നമുക്ക് ഇനി ഒരു ദിവസം പോവാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ദേവിയുടെ കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഉദയഭാനുവിന് വഴക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഒരു ചായ കുടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ വസ്തുവിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഡീറ്റെയിൽഡ് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ഉദയഭാനുവിനെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ദേവി നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട് ഉദയഭാനുവിന്. ആകാശ് ഒരു പഞ്ചഭാവം പയ്യനാ, അവൻ്റെ കയ്യിൽ പൈസയോ ഒന്നുമില്ല, ഉള്ള കാശ് എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനാണ് അച്ഛൻ്റെ വിചാരമെങ്കിലേ ഞാൻ ശരിയാക്കും, നോക്കിക്കോ. ഒന്നാതെ അവൻ കഷ്ടപ്പെട്ട് നടക്കുന്നവനാ എന്നൊക്കെ പറയാം. എൻ്റെ അനിയനെ ദ്രോഹിച്ചാൽ ഞാൻ വെറുതെ വിടില്ല. അയ്യോ എൻ്റെ പൊന്നു മോളെ അനിയനെ ഞാൻ ദ്രോഹിക്കുമോ? അയ്യോ പാവ അച്ഛൻ, സ്വന്തം മോളെപ്പോലും ദ്രോഹിക്കുന്നു, പിന്നെയാണോ ഇത് എന്ന് പറഞ്ഞിട്ട് ഉദയഭാനുവിനൊരു കള്ളലക്ഷണം. എന്താ അച്ഛനൊരു കള്ളലക്ഷണം പോലെ? ഏയ് ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു കസ്റ്റമർ വരുവാണ്, സാധനം എടുത്തു കൊടുക്കാൻ വേണ്ടി ദേവി അങ്ങോട്ട് പോവുക. അങ്ങനെ ഉദയഭാനു പതുക്കെ അവിടെ നിന്ന് എണീറ്റിട്ട് ക്യാഷ് ഡ്രോ തുറന്ന് നോക്കുകയാണ്. പൈസയൊക്കെ കിടപ്പുണ്ട്, പക്ഷേ എങ്ങനെ എടുക്കും എന്നും പറഞ്ഞുകൊണ്ട് കൈ വെക്കാൻ പോണെന്ന് ദേവി അവിടെ നിന്ന് കാണുകയാണ് കേട്ടോ. ദേവിക്ക് ചെറിയൊരു സംശയമൊക്കെ വരുന്നുണ്ട്. ദേവി സാധനവും കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരാണ്. എന്താ അച്ഛൻ എന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല മോളെ, അത് ഞാൻ അച്ഛൻ്റെ മുഖത്ത് എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പൈസ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ദേവി അവിടെ നിന്ന് പിന്നീട് അനങ്ങിയിട്ടേ ഇല്ല. എന്തായാലും ഇന്നത്തെ ദിവസം പോയി കിട്ടിയേ, ഇനി പിന്നൊരു ദിവസം വരാം എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു അവിടുന്ന് പതിയെ പോവാട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ധർമ്മൻ അമ്പലത്തിൽ ഇവിടെ പോയിട്ട് തിരിച്ച് നടന്നു വരുന്ന സമയത്ത് ബാലനെ വഴിക്ക് വെച്ച് കാണുകയാണ്. ബാലൻ ചെന്ന് പുറകെ വിളിക്കുകയാണ്, എടാ ധർമ്മ മോനെ എന്നൊക്കെ വിളിക്കുകയാണ് കേട്ടോ. ആദ്യം മൈൻഡ് ചെയ്തില്ലെങ്കിലും പിന്നെ ചെന്ന് പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ വിളിച്ചത്? മോനെ നീ തിരിച്ചു വരണം, വീട്ടിൽ നീ വന്നാലേ പഴയ സന്തോഷവും സ്നേഹവും സമാധാനമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിന് ഞാൻ കള്ളനല്ലേ പൈസ എടുത്ത്? അങ്ങനെ പറയല്ലേ മോനെ, ഞാൻ അന്ന് അറിയാണ്ടൊന്ന് പറഞ്ഞു പോയി, നീ എന്നോട് ക്ഷമിക്കണം. നീ തിരിച്ചു വരണമെന്ന് കാല് പിടിക്കും പോലെ പറയാം. എന്നിട്ട് പറയുകയാണ് ഞാൻ നിൻ്റെ കാല് പിടിക്കാമെന്ന്. കാലൊന്നും പിടിക്കണ്ട, എത്രയൊക്കെ ആയാലും ഞാൻ എൻ്റെ 5ാമത്തെ വയസ്സ് മുതൽ നിങ്ങളെ കൂടെ ഇറങ്ങി വന്നതാണ്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ വിശ്വസ്തനായിട്ട് ഞാൻ ആ സ്ഥാപനത്തിൽ നിന്നിട്ടേ ഉള്ളൂ. ഒരു 5ൻ്റെ പൈസ പോലും ഞാൻ ചോദിക്കുകയോ പിടിച്ചു വാങ്ങുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ കള്ളനാക്കിയില്ലേ, എനിക്കത് സഹിക്കാനായില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അവസാനം ബാലൻ പറയണ, മോനെ നീ ക്ഷമിച്ചു കള, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് നീ ഇങ്ങനെ പറയല്ലെന്ന് പറയാം കേട്ടോ. അവസാനം ധർമ്മം പറയുന്നുണ്ട്, ശരി നിങ്ങൾക്ക് ഇപ്പം ഞാൻ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേന്ന് ചോദിക്കുക കേട്ടോ. അപ്പം തന്നെ ബാലൻ പറഞ്ഞില്ല, എനിക്ക് നിന്നെ വിശ്വാസമാണ്. ഇപ്പം എങ്ങനെ വിശ്വാസം വന്നു? ഈ വിശ്വാസം അന്ന് കണ്ടില്ലല്ലോ. എടാ അന്നത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന്. നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ പറയാനൊരു കഴുതല്ല ഞാൻ, അങ്ങനെയൊന്നും പറയല്ലേ, നിന്നെ ഞാൻ അങ്ങനെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്, നിനക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ, നീ തിരിച്ച് വാടാന്ന് കെഞ്ചി പറയാട്ടോ. അപ്പോൾ ധർമ്മം പറയണം, ശരി വേണമെങ്കിൽ ഞാൻ വരാം, പക്ഷേ അവിടെ വന്നാലും പഴയ പോലെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഒരു കള്ളനാണെന്നുള്ള ഒരു രീതി എപ്പോഴും, അല്ലെങ്കിൽ പൈസ എടുത്തതാണെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇല്ല മോനെ, അങ്ങനെയൊന്നുമില്ല, നീ വരണം. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അന്ന് പോയ 25,000 രൂപ അതെവിടെയാണ് പോയതെന്ന് കണ്ടുപിടിച്ചോ? അതിതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ കള്ളനല്ലാതാവും? അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എനിക്കും ധൈര്യമായിട്ട് അവിടെ വന്ന് നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞാൻ എടുത്തു എന്നുള്ള ചിന്ത വരൂലേ? ആദ്യം ഒരു കാര്യം ചെയ്യും, അളിയ നിങ്ങൾ ആദ്യം പോയി
ആ 25,000 എവിടെ പോയി, അതെങ്ങനെ പോയി, ആരെടുത്തു എന്ന് കണ്ടുപിടിക്കുക, തെളിവ് സഹിതം കാണിക്കുക. അത് കഴിഞ്ഞ് ഞാൻ വരണോ വേണ്ടേ എന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ ബാലന് ഭയങ്കര സങ്കടമായിട്ട് നെഞ്ചൊക്കെ തടവി അവിടെ ഇരിക്കുക കേട്ടോ. പക്ഷേ നമ്മുടെ ധർമ്മൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ബാലന് തോന്നുകയാണ്. കാരണം സത്യം അറിയണമല്ലോ പൈസ എവിടെ പോയി എന്നുള്ളത്. അല്ലാതെ ധർമ്മനെ നമുക്കിനി ഒന്നും പറയാൻ കഴിയില്ല. ഇത് കഴിഞ്ഞിട്ട് രാവിലെ ദേവമംഗലത്തൊരു പോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. മീനാക്ഷി പോയി പൊട്ടിച്ച് വായിക്കുകയാണ്. വായിക്കുമ്പോൾ തന്നെ മീനാക്ഷി പറയുന്നുണ്ട് അത് കോടതിയിലേക്ക് വിചാരണ നടത്താൻ വേണ്ടിയിട്ട് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമോളോട് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണിത്. എത്രയും വേഗം ഇതിന് ആ ഡേറ്റ് അനുസരിച്ച് പോകണമെന്ന് പറഞ്ഞു കൊടുക്കുക. അത് കേൾക്കുമ്പോൾ അവിടെ ഗോമതി തകർന്നു പോയി. ദൈവമേ, കേസും കോടതിയും ഒക്കെ ആയിട്ട് ഇനി കയറി ഇറങ്ങണമല്ലോ. പോലീസ് സ്റ്റേഷനും ഇതൊന്നും നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടില്ല. എന്നിട്ടും അവൻ കാരണമല്ലേ നമ്മൾ ഇതിനൊക്കെ കയറി ഇറങ്ങണം. ഇനി എൻ്റെ മോള് അവൾ പഠിക്കുന്നവളല്ലേ, അവളെയും കൂടെ കൊണ്ട് കയറി ഇറങ്ങണമല്ലോ ഈശ്വര. ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്ന പുകിലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി സങ്കടപ്പെടുക കേട്ടോ. അപ്പം മിത്ര പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പച്ചി ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതിലൊന്നുമില്ല. ജസ്റ്റ് മൊഴി കൊടുക്കണമെങ്കിൽ അനുമോള് പോയല്ലേ പറ്റുള്ളൂ. അനുമോളെ അവരങ്ങനെ ദ്രോഹിക്കുകയും അങ്ങനെ ഒത്തിരി ടോർച്ചർ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനും ചോദിക്കാനും വേണ്ടിയിട്ട് അനുമോളെ വിളിക്കുന്നത്, അത്രയേ ഉള്ളൂ. അവൾക്ക് അതിനുള്ള ധൈര്യമുണ്ട്, അത് കൊടുത്ത് അവളെ പറഞ്ഞു വിടുക, അതാണ് വേണ്ടത് എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അനുമോളും ഒന്ന് ഞെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അലോകിൻ്റെ കാര്യം കൊണ്ടാണ് ഇത്രയും പേടി. കാരണം അലോക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതാണ് നമ്മുടെ അനുമോൾ. അതുകൊണ്ടാണ് ഇത്ര പേടി കേട്ടോ. ഇതാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്